1957 രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ 371 സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. ആദ്യ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ അധികമാണിത്. 1952 364 സീറ്റുകളെ ലഭിച്ചിരുന്നുള്ളൂ. നെഹ്റുവിൻ്റെ ജനപ്രീതി വൻതോതിൽ ഉയർന്നിരുന്നു. നെഹ്റു ചെല്ലുന്നിടത്തെല്ലാം വൻ ആൾക്കൂട്ടമായിരുന്നു ഇത്തവണയും. PSPക്ക് 19 സീറ്റുകൾ കിട്ടി. ഡോക്ടർ ലോഹിയയുടെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 4 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 108 ലോക്സഭാ സീറ്റുകളിലേക്കാണ് മത്സരിച്ചത്. അതിൽ 27 സീറ്റുകൾ നേടി. ഇത്തവണയും AKG പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചു. 1952 അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേട്ടമുണ്ടാക്കി. കേരളം, ആന്ധ്രാപ്രദേശ്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രകടമാക്കിയത്. ആന്ധ്രാപ്രദേശിൽ 21.5 ലക്ഷം വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചു. പോൾ ചെയ്തതിൻ്റെ 23%. ബംഗാളിൽ 19.8 ലക്ഷം വോട്ടാണ് കിട്ടിയത്, 19%. കേരളത്തിൽ 40%-ലേറെ വോട്ട് പിടിച്ചു, അതായത് 22 ലക്ഷം വോട്ട്. 1957 തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വല വിജയമാണ്. ആന്ധ്രയിൽ ഭരണം പിടിക്കാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് കേരളമാണ് അവർക്ക് അധികാരം കൊടുത്തത്. കേരള നിയമസഭയിൽ അന്ന് 126 സീറ്റുകളാണുള്ളത്. 60 സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് പിടിച്ചു. പാർട്ടിയുടെ പിന്തുണയോടെ മത്സരിച്ച 5 സ്വതന്ത്രന്മാരും ജയിച്ചു വന്നു. അങ്ങനെ ഭൂരിപക്ഷം ഉറപ്പായി. മലബാർ മേഖലയിൽ നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിരുന്നു. തിരുകൊച്ചി ഭാഗത്ത് കോൺഗ്രസ് വിരുദ്ധ തരംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി. അങ്ങനെ 1957 ജവഹർലാൽ നെഹ്റു രണ്ടാമതും പ്രധാനമന്ത്രി ആയപ്പോൾ EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി.